മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിച്ച റവന്യൂ വകുപ്പ്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. ആനയിറങ്കലിൽ സർക്കാർ ഭൂമിയിൽ മരങ്ങൾ മുറിച്ചു നീക്കി വീണ്ടും കയ്യേറ്റം. ദേശീയപാത 85ന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിലെ നവീകരണ ജോലികൾ തടഞ്ഞുള്ള കോടതി ഇടപെടലിൽ പ്രതിഷേധം ശക്തം. അടിമാലി, പള്ളിവാസൽ, വെള്ളത്തോവൽ പഞ്ചായത്തുകളിൽ ഹർത്താൽ ആചരിച്ചു. ദേശീയപാത 85ന്റെ വികസനത്തിന് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. അടിമാലി വാളറയിൽ പ്രവർത്തകർ ദേശീയപാതയിൽ ശൈലപ്രദർശനം നടത്തി പ്രതിഷേധിച്ചു. ചിന്നക്കനാലിലെ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിൽ ആശങ്ക അറിയിച്ച് നാട്ടുകാർ. വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് കർഷകരെ കൊടിയിറക്കുന്നതിനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കമെന്ന ആരോപണം. പ്രതിഷേധത്തിന് തയ്യാറെടുത്ത നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിച്ചു. റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. മൂന്നാർ ന്യൂനഗറിൽ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപത്ത് കയ്യേറ്റം നടത്തി അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത്. പ്രതിഷേധം മുന്നിൽ കണ്ട മൂന്നാർ SHOയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. കോൺക്രീറ്റ് തൂണുകളുടെയും മേൽക്കൂരയുടെയും പണികൾ പൂർത്തിയാക്കി ചുവരുകൾ നിർമ്മിക്കുന്നതിനിടെയാണ് കയ്യേറ്റം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത്. റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കെട്ടിട ഉടമയും ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇവരെ ബലമായി നീക്കം ചെയ്തു. നേരത്തെ ഇതേ സ്ഥലത്ത് പലതവണ കെട്ടിടം നിർമ്മിക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇതേ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുവാൻ ശ്രമം നടത്തിയത്. എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തി. தாசில்தார் தெய்வகுளத்திலிருந்து மூணாறுலேருந்து இங்கே கடந்து வரும்போது அவங்க கண்ணு முன்னால் வேலை செய்யக்கூடிய വലിയ വലിய ரிசோர்ட்டுகள் வேலை நடந்துக்கிட்டு இருக்கு. அந்த ரிசோர்ட்டெல்லாம் போய் பார்த்துட்டு ஏதோ ஒரு விசிட்டிங் நடத்திட்டு அங்கேருந்து ஒரு சலாம் போட்டு வரக்கூடிய சூழ்நிலை தாசில்தார் பாகத்திலேருந்து இருக்குது. அதே போல் இப்போ இந்த பொழிக்கக்கூடிய இடம் சொல்லக்கூடியது காலங்களாயிட்டு இங்கே குடில் வச்சு தாமசிச்சுட்டு இப்போ ஒரு வீடு வைக்கலான்னு சொல்லி வீடு வைக்க வரும்போது ഇത് പൊളിക്കുന്നതിന് വേണ്ടി ഒരു ദൗത്യം വന്നിരിക്ക്. മേഖലയിൽ നടക്കുന്ന വൻകിട കയ്യേറ്റങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെതിരെ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ലെന്ന വ്യാപകമായ പരാതി ഉയർന്നു.
പാവപ്പെട്ടവർ 2 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കുന്നത്. മേഖലയിൽ ആർക്കും പട്ടയമില്ല. എന്നാൽ ഇത്തരം ഭൂമിയിൽ നടക്കുന്ന വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ റവന്യൂ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി ആനയിറങ്കിൽ സർക്കാർ ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം. റവന്യൂ ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തുകയും ഏലം കൃഷി ഇറക്കുകയും ചെയ്തു. ആനശല്യം ഒഴിവാക്കാൻ എന്ന വ്യാജേനയാണ് കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. ആനയിറങ്ങൽ ഡാമിനോട് ചേർന്നുള്ള ഭൂമിയിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. ചിന്നക്കനാൽ വില്ലേജിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. പൈൻ, കാറ്റാടി, യൂക്കാലിപ്സ്, ഞാവൽ തുടങ്ങിയ നിരവധി മരങ്ങൾ ഭൂമിയിൽ നിന്നും വെട്ടിക്കടത്തുകയും ചെയ്തു. ഏകദേശം 3 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. 2 ഏക്കറോളം ഭൂമിയിൽ ഏലം കൃഷിയും ഇറക്കിയിട്ടുണ്ട്. ബാക്കി ഭാഗത്ത് കൃഷി ആരംഭിക്കുവാനുള്ള മണ്ണ് ജോലികളും ആരംഭിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. പ്രദേശവാസികളായ സാധാരണക്കാരെ മറയാക്കി വൻകിടക്കാരാണ് കയ്യേറ്റം നടത്തിയതെന്ന സൂചന. പൈൻ മരങ്ങൾ വെട്ടിമാറ്റിയാണ് കൃഷി ഒരുക്കിയിരിക്കുന്നത്. ഏലച്ചെടികളും നട്ടിട്ടുണ്ട്. കാട്ടാന ശല്യം ഒഴിവാക്കാനെന്ന വ്യാജേനയാണ് കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ദേശീയപാത 85ന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിലെ നവീകരണ ജോലികൾ തടഞ്ഞുള്ള കോടതി ഇടപെടലിൽ പ്രതിഷേധം ശക്തം. വിഷയത്തിൽ പ്രതിഷേധിച്ച അടിമാലി പഞ്ചായത്തിൽ UDF-ഉം LDF-ഉം ഹർത്താൽ ആചരിച്ചു. പള്ളിവാസൽ, വെള്ളത്തൂവൽ പഞ്ചായത്തുകളിൽ UDF തനിച്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. പ്രതിഷേധക്കാർ ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു. ദേശീയപാത 85ന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിൽ നവീകരണ ജോലികൾ നടന്നുവരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടാവുകയും നിർമ്മാണ ജോലികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് LDF-ഉം UDF-ഉം അടിമാലി പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. ഹർത്താൽ അനുകൂലികൾ ദേശീയപാതയിൽ അടിമാലി ടൗണിലടക്കം വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു. ഏതാനും സമയം തടഞ്ഞിട്ട ശേഷം തുടർ യാത്ര അനുവദിച്ചു. മേഖലയിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും സർവീസ് നടത്തിയില്ല. KSRTC സർവീസുകൾ നടന്നു. ദേശീയപാതയിലൂടെ വിനോദസഞ്ചാര വാഹനങ്ങൾ എത്തി. ചില വാക്കുതർക്കങ്ങൾ ഒഴിച്ചാൽ ഹർത്താലുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ദേശീയപാത വിഷയത്തിൽ വെള്ളത്തൂവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ UDF തനിച്ചെന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മൂന്നാർ മുതൽ വീതി കൂട്ടിയുള്ള നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. പണികൾ പൂർത്തിയാകുന്നതോടെ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അപകടങ്ങളും കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേര്യമംഗലം പാലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലും നവീകരണ ജോലികൾ തുടങ്ങിയിരുന്നു. ഈ നിർമ്മാണ ജോലികൾ തടഞ്ഞുകൊണ്ടാണിപ്പോൾ വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. ദേശീയപാത 85ന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിലപാടുകൾ തടസ്സമാകുന്നുവെന്നാരോപിച്ചും ജില്ലയിലെ ജനങ്ങളെ വനംവകുപ്പ് ദ്രോഹിക്കുന്നുവെന്നാരോപിച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാതയിൽ ശയനപ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചു. അടിമാലി വാളറയിലായിരുന്നു പ്രതിഷേധം നടന്നത്. മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 85ന്റെ ഭാഗമായി നീരിമംഗലം വനമേഖലയിൽ നിർമ്മാണ ജോലികൾ തടഞ്ഞുകൊണ്ടുള്ള കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് ശയനപ്രദക്ഷിണ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ അടിമാലി വാളറയിൽ ദേശീയപാതയിൽ കിടന്നുരുണ്ട് പ്രതിഷേധിച്ചു. ദേശീയപാത 85ന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിലപാടുകൾ തടസ്സമാകുന്നുവെന്നും ജില്ലയിലെ ജനങ്ങളെ വനംവകുപ്പ് ദ്രോഹിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA AK മണി, D കുമാർ, ജോർജ് തോമസ്, കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കളും നിരവധി യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി. സിറ്റി വിഷൻ, അടിമാലി.
ചിന്നക്കനാലിലെ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിൽ ആശങ്കയറിയിച്ച് നാട്ടുകാർ. മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടാകുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മൃഗങ്ങളെ രാത്രിയിൽ ഇറക്കുന്നതായും നാട്ടുകാരും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നു. അടുത്ത കാലത്തായി പുലി, കടുവ, ചെന്നായ, കാട്ടുപന്നി, കരടി, കാട്ടാന എന്നിവയുടെ ശല്യം അതിരൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് കൊടിയിറക്കുന്നതിനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കമെന്നാണ് ഉയരുന്ന ആരോപണം. ഏഴ് പതിറ്റാണ്ട് മുമ്പ് ചിന്നക്കനാലിലെത്തി കുടിൽ കെട്ടി താമസിച്ച് കൃഷി ആരംഭിച്ച ഘട്ടത്തിൽ പോലും മേഖലയിൽ ഇത്രയധികം വന്യമൃഗശല്യം ഉണ്ടായിരുന്നില്ല. മുമ്പ് ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണമായിരുന്നു ചിന്നക്കനാൽ നേരിട്ടിരുന്ന വെല്ലുവിളിയെങ്കിൽ ഇന്ന് വന്യമൃഗങ്ങളെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. പുലിയുടെ സാന്നിധ്യമുണ്ടാവുകയും നിരവധി വളർത്തുമൃഗങ്ങളെ പിടിക്കുകയും ചെയ്തിട്ടും പുലിയെ പിടികൂടുവാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊപ്പമാണ് നാഗമലയിൽ പശുവിനെ കടുവ കൊന്നു ഭക്ഷിച്ചത്. ഇതുകൂടാതെ മേഖലയിൽ കരടിയുടെ സാന്നിധ്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പണ്ട് ജനവാസം ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഈ രീതിയിലുള്ള മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇത്രയധികം ജനവാസം ഉണ്ടായിട്ടും ഈ മേഖലയിൽ വ്യാപകമായിട്ട് വന്യജീവികളുടെ ആക്രമണം നടക്കുന്നു. ഇത് കണ്ടില്ലെന്നാണ് നയിക്കുന്നത്. ഇതിനകത്ത് കേരള ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ മേഖലയിലെ ഈ സ്ഥിതിവിശേഷത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയും ഇടപെടുകയും ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേസമയം അടുത്ത കാലത്തായി വന്യമൃഗങ്ങൾ മേഖലയിൽ വർദ്ധിച്ചു വരുന്നതിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരും സംശയം പ്രകടിപ്പിച്ചു. വന്യമൃഗങ്ങളെ പ്രദേശത്തെത്തിച്ച് ഇറക്കിവിടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് കർഷകരെ കുടിയിറക്കി വനവ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം വനംവകുപ്പ് നടത്തുന്നതായും പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു. ഇത് രാത്രി കാലങ്ങളിൽ ഈ മേഖലയിലുള്ള ആളുകളെല്ലാം കുടിയിറക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടി ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഈ നാട്ടിലെ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെന്നല്ല എനിക്ക് സംശയമാണ്. അങ്ങനെ പറയാൻ കാരണം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് ജനകീയ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. അടിമാലി പീച്ചാട് പ്ലാമലയ്ക്ക് സമീപം അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചെരിഞ്ഞു. 40 വയസ്സിലധികം പ്രായം കണക്കാക്കുന്ന പിടിയാനയാണ് ചെരിഞ്ഞത്. പ്ലാമല റെസ്റ്റ് പാർക്ക് സമീപമാണ് 40 വയസ്സിലധികം പ്രായമുള്ള പിടിയാനയെ കഴിഞ്ഞ ദിവസം അവശനിലയിൽ കണ്ടെത്തിയത്. ആനയ്ക്ക് കണ്ണിന് കാഴ്ചക്കുറവും ചെവിക്ക് കേൾവിക്കുറവുമുണ്ടെന്ന് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. കാട്ടാനയെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് ചെരിഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലായ കാട്ടാന നാട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീടാണ് ആനയെ അവശനിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം അതിന് ഡോക്ടറടക്കം വന്ന് അതിന് ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. ഇതിനേതാണ്ട് 40-45 വയസ്സിനുള്ളിൽ പ്രായമുള്ള, അതുപോലെ ചെവി കേൾക്കാത്ത, അതിവിടുത്തെ ട്രൈബ്സിനും ഉദ്യോഗസ്ഥർക്കും അറിയാം. ശരിക്കും ഇതിന് ചെവി കേൾക്കാനോ അതുപോലെ ഒരു കണ്ണിന് കാഴ്ച കുറവായിരുന്നു. അത് ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അത് ചരിഞ്ഞ് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. വെറ്റിനറി ഡോക്ടർമാരടക്കം സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ആനയ്ക്ക് ചികിത്സയും നൽകി വരുന്നതിനിടയിലാണ് ചെരിഞ്ഞത്. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.
62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ വരവറിയിച്ചുകൊണ്ട് CPI ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ 250-ലധികം ഇടങ്ങളിലാണ് പതാക ഉയർത്തിയത്. പരിപാടികളോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ PKV അനുസ്മരണവും നടന്നു. ജൂലൈ 17 മുതൽ 20 വരെ തീയതികളിലായി കട്ടപ്പനയിൽ നടക്കുന്ന CPI ജില്ലാ സമ്മേളനത്തിന്റെ വരവറിയിച്ചുകൊണ്ടാണ് ജില്ലയിലാകമാനം ചെമ്പതാകകൾ ഉയർത്തി ഇന്ന് പതാക ദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി CPI ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പാർട്ടി കുടുംബങ്ങൾ, തൊഴിലുടമകൾ എന്നിവിടങ്ങളിലും പതാക ഉയർത്തി പതാക ദിനം ആദരിച്ചു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന PK വാസുദേവൻ നായരുടെ ഓർമ്മദിനം കൂടിയായ ജൂലൈ 12 പതാക ദിനമായി ആചരിക്കുവാൻ CPI ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്തത്. ഉടുമ്പൻചോല മണ്ഡലത്തിലെ 105 ബ്രാഞ്ച് കമ്മിറ്റികളിലും 14 ലോക്കൽ കമ്മിറ്റികളിലും നേതാക്കൾ പതാക ഉയർത്തി. മണ്ഡലം ആസ്ഥാനത്ത് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പള്ളിയാടിയിൽ PKV അനുസ്മരണ പ്രഭാഷണവും പതാക ഉയർത്തലും നടത്തി. ഇന്ന് നമ്മുടെ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തലാണ്. ഇന്ന് നമ്മുടെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ 105 കേന്ദ്രങ്ങളിലും തൊഴിലിടങ്ങളിലും പാർട്ടി ഓഫീസുകളെല്ലാം അലങ്കരിച്ചുകൊണ്ട് ജൂലൈ 12 നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായ സഖാവ് PK വിദ്യാർത്ഥി രംഗത്തിലൂടെ കടന്നു വന്ന സഖാവ് PKവിയുടെ അനുസ്മരണം കൂടെയാണ് ഇതിൻ്റെ പ്രത്യേകത. പാർട്ടി ഓഫീസിന് മുൻപിൽ നടന്ന ചടങ്ങിൽ നേതാക്കളായ അജീഷ് മുതുകുന്നിൽ, MB ഷീജി കുമാർ, CM വിൻസെന്റ്, സിന്ധു പ്രകാശ്, ലേഖ ത്യാഗരാജൻ, PP റിയാസ്, രഞ്ജിത്ത് ഖാസിം, ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാർട്ടി ഓഫീസുകൾ അലങ്കരിച്ചും പാർട്ടി പതാക ഉയർത്തിയും അനുസ്മരണ യോഗങ്ങൾ നടത്തിയും PKV അനുസ്മരണം വിപുലമായാണ് സംഘടിപ്പിച്ചത്. വിവിധ ലോക്കൽ കേന്ദ്രങ്ങളിൽ നേതാക്കളായ സിബി എബ്രഹാം, KS രാജമോഹനൻ, റഷീദ് കളരിക്കൽ, S ബിജു, PM ആന്റണി, അനിൽകുമാർ TR, സഹദേവൻ ശിവദാസ്, മാലിയിൽ, പ്രവീൺ അമ്പെട്ട്, സന്തോഷ് തോമസ്, MS വിനോദ്, A ശശികുമാർ, കുസുമം, സതീഷ്, സനീഷ്, ചന്ദ്രൻ, KG ഓമനക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രവർത്തക സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. സമ്മേളനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സഹകരണ പ്രസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് MN ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമ്മേളന ഉദ്ഘാടനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ നിർവഹിച്ചു. സൃഷ്ടിച്ചെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യഥാർത്ഥ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അതിന്റെ പേര് പറഞ്ഞ് നടക്കുന്നതോ അല്ലെങ്കിൽ അത് ആണെന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതോ ഒന്നും യഥാർത്ഥ കുഞ്ഞുങ്ങളല്ല, ഈ പാർട്ടിയുടെ യഥാർത്ഥ സന്താനങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ നമ്മുടെ പാർട്ടിക്കും കഴിയണം. അത് UDFന്റെ ചെയർമാൻ ജോയി വെട്ടിക്കുഴിക്ക് കഴിയണം. പിന്നെ നമ്മുടെ INTUC ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സേനാപതി വേണു ആദരിച്ചു. നജീബ് PH, എബ്രഹാം ഡൊമിനിക്, സുരേഷ് ആമ്പക്കാട്ട്, PR അയ്യപ്പൻ, CS യശോധരൻ, മനു K രാജ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പ്രതിഷേധിച്ചു. തേയിലക്കൊളുത്ത് എടുക്കുന്നതിന് വാങ്ങിയ മിഷ്യന്റെ തുക തൊഴിലാളികൾക്ക് തിരികെ നൽകാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ പണിമുടക്കി സബ് കളക്ടർ ഓഫീസിലെത്തിയത്. തുടർന്ന് നടത്തിയ ചർച്ചയിൽ തൊഴിലാളികൾ ജോലിക്കിറങ്ങുകയായിരുന്നു. തുക തിരിച്ചു നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വരുന്ന 16-ന് സബ് കളക്ടർ ഓഫീസിൽ വീണ്ടും ചർച്ച നടത്തും. ബാറ്ററി ഉപയോഗിച്ച് തേയിലക്കൊളുന്തെടുക്കുന്ന മെഷീൻ ആകെ വിലയാകുന്നത് 18,500 രൂപയാണ്. കമ്പനി പുതിയ മെഷീൻ വാങ്ങിയപ്പോൾ ഇതിന്റെ പകുതി വില തൊഴിലാളികളിൽ നിന്നും ഈടാക്കി. എന്നാൽ ഈ വർഷം മുതൽ തൊഴിലാളികളിൽ നിന്ന് പണം ഈടാക്കാതെ കമ്പനി മെഷീൻ നൽകിയതോടെയാണ്
മുമ്പ് പണം നൽകിയ തൊഴിലാളികൾ മുടക്കിയ പണം തിരികെ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. എന്നാൽ കമ്പനി തയ്യാറാകാതെ വന്നതോടെ തൊഴിലാളികൾ മെഷീൻ ഉപയോഗിച്ച് കൊളുന്തെടുക്കില്ലെന്ന് അറിയിച്ചു. ഇതിനെതിരെ കമ്പനി നിലപാടെടുത്ത് തൊഴിലാളികളോട് പണിക്കിറങ്ങേണ്ടെന്ന് പറഞ്ഞതോടെയാണ് മുഴുവൻ തൊഴിലാളികളും പണി നിർത്തി സബ് കളക്ടർ ഓഫീസിലെത്തിയത്. நாங்கள் லாக்காடு எஸ்டேட்டில் 40 மிஷின் வாங்கியிருக்கோம். 40 மிஷினுக்கும் 9500 வச்சு நாங்கள் கட்டியிருக்கோம். இப்போ இடைக்காலத்தில் எல்லாத்துக்கும் ஃப்ரீ மிஷினு, எல்லோரும் முடிஞ்சவங்க முடியாதவங்க எல்லாத்துக்கும் ஃப்ரீ மிஷினை வாங்கி வெட்டும்போது நாங்கள் கொடுத்த 9500 கேட்கும்போது எங்களுக்கு இப்போ காசு தர முடியாது, நீங்கள் எங்கே வேணாலும் போய் சொல்லுன்னு நேற்று ஆஃபீஸ்க்கு போனோம். காட்டில் வச்சு கேட்டோம், காட்டில் முடியல. ஆஃபீஸ்க்கு போனோம், ஆஃபீஸில் விட்டு இறக்கி விட்டு பெரிய மேனேஜரை அடிக்கிற மாதிரி வந்தார். அசிஸ்டன்ட் மேனேஜர் நக்கலாக சிரிச்சிட்டு போகிறாரு. இப்போ அங்கே பிரச்சனை நாங்கள் சொல்லிவிட்டு இங்கே வந்தோம். இங்கே வந்து கலெக்டர்கிட்ட மனு எழுதி கொடுத்து எல்லாம் முடிச்சுட்டு போயிருக்கோம். அவங்க இன்றைக்கி வரேன் நாங்கள் ஆஃபீஸுக்கு. அதுக்கடையில் இன்றைக்கி மிஷினை வச்சுட்டு சேர் எடுத்துகிட்டு போனோம். எங்களை வேலை செய்ய விடாமல் தடைஞ்சி காட்டிலேருந்து இறக்கி விட்டாங்க. லோனு காரியம் எங்களுக்கு 3 சொசைட்டிலையும் லோன் இருக்குது. இந்த லோனை வந்து கம்பெனி வந்துட்டு அங்கே அடைக்கிறதில்ல. எங்கள் கணக்கில் பிடிச்சிடுறாங்க லோனை, ஆனால் போய் அங்கே அடையிறதில்லை. நாங்கள் ஏதாவது அவசியத்துக்கு லோன் வாங்கும்போது அவங்க சொல்லிடுறாங்க உங்களுக்கு கம்பெனி லோன் அடைக்கல அப்படின்னு சொல்லிடுறாங்க. அப்போ இந்த லோனெல்லாம் இவங்க அடைக்காமல் எங்கள் கணக்கிலேருந்து பிடிச்சி வச்சுக்கிட்டு இது ஒரு 2 வருஷமாக நடக்குது. லோனே அடைக்கிறதில்லை. வந்து பைசா வாங்கி எங்களுக்கு கொடுத்ததாக தான் சொல்லி எங்ககிட்ட இது ஆடிட்டிங் வரும். அங்கேருந்து வருஷத்தில் ஆடிட்டிங் வரும்போது கம்பெனிக்கு வரையில் எங்ககிட்ட வந்து பைசா வாங்கிட்டோம்னு சொல்லி நாங்கள் ஃப்ரீ தான் சொல்லி மிஷின் ஃப்ரீ அப்படின்னு சொல்லி அவங்கக்கிட்ட சொல்லிட்டாங்க. ஆனால் அதை கேட்க போனால் தான் ஃப்ரீ நாங்கள் கொடுத்து தரோம்னு சொல்லி எத்தனை வாட்டி நாங்கள் மேனேஜர்கிட்ட பார்த்து நல்ல முறையில் கேட்டிருக்கோம். சார் எங்களுக்கு பிள்ளைங்கள்லாம் சின்ன பிள்ளைங்க, அவங்களுக்குலாம் ரொம்ப கஷ்டமாக இருக்குது, நீங்கள் பிடிச்ச பைசா கொடுங்க சொல்லி தரோன்னு இது வரைக்கும் சொல்லியிருக்காங்க. நீங்கள் ஒரு டிக்கெட்டாக ஃப்ரீன்னு சொல்லிட்டீங்களா? நீங்கள் சொல்லுங்க, உங்களுக்கு என்னைக்குனாலும் உங்கள் பைசா நாங்கள் தந்துடுறோம் அப்படின்னு சொல்லிட்டு நேற்றுக்கு தான் சொல்லிட்டாங்க. நீங்கள் எங்கேனாலும் போய் பார்த்துக்கோங்க, என்னன்னாலும் செஞ்சுக்கோங்க, பைசா தரேன். തുടർന്ന് കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ള മെഷീൻ ഉപയോഗിച്ച് കൊളുന്തെടുക്കാമെന്ന് കമ്പനി അറിയിക്കുകയും തൊഴിലാളികൾ പണിക്കിറങ്ങുകയുമായിരുന്നു. അതേസമയം മുമ്പ് മെഷീൻ വാങ്ങാൻ ഈടാക്കിയ തുക തിരികെ നൽകണമെന്ന തൊഴിലാളികളുടെ ആവശ്യമടക്കം വരുന്ന 16-ന് സബ് കളക്ടർ ഓഫീസിൽ വെച്ച് വീണ്ടും ചർച്ച നടത്തും. സിറ്റി വിഷൻ, മൂന്നാർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ മരണം കൊലപാതകമെന്ന മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മരണം കൊലപാതകമാണെന്നും സർക്കാർ സ്പോൺസേഡ് കൊലപാതകം, സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും വീഴ്ച കൊണ്ടും മാത്രമുണ്ടായ ഇരയാണ് പ്രിയങ്കരിയായ ബിന്ദുവെന്നും മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമേഖലയുടെ അനാസ്ഥയ്ക്കും മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പൂപ്പാറയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും വീഴ്ച കൊണ്ടും മാത്രമുണ്ടായ ഒരു ഇരയാണ് പ്രിയങ്കരിയായ കൊല്ലപ്പെട്ട ബിന്ദു എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കും ഇതേ സംബന്ധിച്ച് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ധിക്കാരത്തിന്റെയും അതേപോലെ തന്നെ അഹങ്കാരത്തിന്റെയും വർത്തമാനങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച് നിരവധിയായ ആക്ഷേപഹാസ്യങ്ങൾ കേരളത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ആരെന്ന കസേരയിലാണ് വീണ ജോർജ് ഇരിക്കുന്നത്? KPCCയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പിനെതിരെ താലൂക്ക് ആശുപത്രികളിലേക്ക് സംഘടിപ്പിച്ച സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ടൗണുകളിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടമറ്റത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണയിൽ DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, S വനരാജ്, R വരദരാജൻ, റെജി കണ്ടനാലിൽ, സുരേഷ് സോളമൻ, TP തോമസ്, സന്തോഷ് താമരപ്പിള്ളിൽ, നിർമ്മല വേൽമുരുകൻ, ഗീത വരദ, രാജൻ, സണ്ണി നടുക്കോട്ട, ജോഷി കന്യാകുഴി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, പൂപ്പാറ. ലൈബ്രറി പുസ്തകങ്ങളുടെ വിതരണം നടന്നു. രാജാക്കാട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ലൈബ്രറിയിലേക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം റോട്ടറി ക്ലബ് പ്രസിഡന്റ് സിനോജ് മാത്യു നിർവഹിച്ചു.
സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന രാജാക്കാട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ വായിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്കൂൾ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്നത്. ഇതിന്റെ ഭാഗമായി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി പുസ്തകങ്ങൾ എത്തിച്ചു നൽകി. വിജ്ഞാനപ്രദവും ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളും മഹാത്മാരുടെ ജീവിത ചരിത്രവും കഥകളും നോവലുകളും ഉൾപ്പെടുന്ന പുസ്തകങ്ങളാണ് എത്തിച്ചു നൽകിയത്. 2025-26 വർഷത്തെ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. റോട്ടറി ക്ലബ്ബ് രാജാക്കാട് രൂപം കൊണ്ടിട്ട് ഇത് 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ സർവീസ് പ്രോജക്റ്റിന്റെ ആദ്യ സംരംഭം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന പുസ്തക വിതരണ ഉദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് സിനോജ് മാത്യു നിർവഹിച്ചു. സ്കൂളിലെ പ്രധാന അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ, പ്രധാനാധ്യാപിക നബീസത്ത്, ക്ലബ് സെക്രട്ടറി KG രാജേഷ്, CR ഷാജി, ക്ലബ് അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിച്ച റവന്യൂ വകുപ്പ്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. ആനയിറങ്കലിൽ സർക്കാർ ഭൂമിയിൽ മരങ്ങൾ മുറിച്ചു നീക്കി വീണ്ടും കയ്യേറ്റം. ദേശീയപാത 85ന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിലെ നവീകരണ ജോലികൾ തടഞ്ഞുള്ള കോടതി ഇടപെടലിൽ പ്രതിഷേധം ശക്തം. അടിമാലി, പള്ളിവാസൽ, വെള്ളത്തോവൽ പഞ്ചായത്തുകളിൽ ഹർത്താൽ ആചരിച്ചു. ദേശീയപാത 85ന്റെ വികസനത്തിന് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. അടിമാലി വാളറയിൽ പ്രവർത്തകർ ദേശീയപാതയിൽ ശൈലപ്രദർശനം നടത്തി പ്രതിഷേധിച്ചു. ചിന്നക്കനാലിലെ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിൽ ആശങ്ക അറിയിച്ച് നാട്ടുകാർ. വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് കർഷകരെ കൊടിയിറക്കുന്നതിനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കമെന്ന ആരോപണം. പ്രതിഷേധത്തിന് തയ്യാറെടുത്ത നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.